ഹായ് ഓൾ, ദിസ് ഇസ് ആൻ ഈവനിങ് വ്ലോഗ്. എല്ലാ വർഷവും ഡിസംബറിൽ ക്രിസ്മസ് ഇങ്ങ് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനും ആലനും സമ്മർ ഇൻ ബെത്ലഹേമിലെ ജയറാമും സുരേഷ് ഗോപിയുമാണ്. മമ്മിയും ഡാഡിയും വീട്ടിലുണ്ടായിരുന്ന സമയത്ത് കമിഴ്ന്ന് കിടക്കുന്ന ഒരു ഇലയെടുത്ത് ഞങ്ങൾ നിവർത്തി വെച്ചിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് മെച്യൂരിറ്റി ഒക്കെ വരട്ടെ എന്ന് കരുതിയിട്ട് കുടുംബം ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് രണ്ടുപേരും പുലിച്ചിറയിലേക്ക് താമസം മാറി. ഒരു സൈഡിൽ നിന്ന് മണ്ഡപം അലങ്കരിച്ച് വരുമ്പോഴേക്ക് ഈ സൈഡിൽ കുക്കു സാറ് ബോൾ അടിച്ച് ഷീറ്റിൻ്റെ പകുതി പൊട്ടിച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ പണിയുണ്ട്. ഇപ്പോൾ ഈ പോകുന്നത് കേർട്ടൻസ് ഒക്കെ മേടിക്കാനാണ് കേട്ടോ. വിൻഡോ ഒക്കെ മാറ്റി പിടിപ്പിച്ചിട്ട് അവിടെ ഇനി കേർട്ടൻ്റെ റെയിലിംഗ് വെക്കണം. മൺഡേ തൊട്ട് കുക്കു സാറിൻ്റെ എക്സാം തുടങ്ങുന്നതുകൊണ്ട് ഞാൻ ബിസി ആയിരിക്കും. വന്ന മെച്യൂരിറ്റി ഇപ്പോൾ ഇത്തിരി കൂടിപ്പോയെന്നാണ് സംശയം. വെറുതെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഓരോ പാർട്സായിട്ട് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെയിൻ്റ് അടിച്ചതിൻ്റെ ബാക്കി ബോക്സസ് ഒക്കെ ലോഡിങ്ങിലുണ്ടായിരുന്നു. അതെല്ലാം ഇറക്കി തനിയാണ് പണി മുഴുവൻ. കടച്ചിലല്ല, കൈപ്പണിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. സെക്കൻഡ് റൂമിലുണ്ടായിരുന്ന നോർമൽ വിൻഡോ പണിക്കാരെ വിളിച്ച് തന്നെയാണ് കേട്ടോ ഇളക്കിച്ചത്. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണിയല്ലല്ലോ. അവിടെ ഇപ്പോൾ ഒരു ഗ്ലാസ് വിൻഡോ വെച്ച് പിടിപ്പിച്ചു. മൈൻഡിൽ അങ്ങനെ ഒരു സ്പെസിഫിക് കളറൊന്നും ഇല്ലായിരുന്നു. സ്ഥിരം കാണുന്ന പാറ്റേൺസിലുള്ളതൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്നും അങ്ങോട്ട് കണ്ണിന് പിടിച്ചില്ല. 2-3 കടകളിൽ കയറി ഇറങ്ങി അവസാനം നേരെ ക്ലോത്ത് സെൻറ്ററിലേക്ക് വിട്ടു. സ്കൂൾ ആനുവൽ ഡേക്ക് തുണി മുറിച്ച് മേടിക്കുന്ന ഓർമ്മയിലാണ് അങ്ങ് ചെന്നത്. കേട്ടൻ്റെ അല്ലാത്ത പല പീസുകളും മുറിച്ച് മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി കേട്ടനാക്കിയിട്ട് കാണിച്ചു തരാം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വിശപ്പിൻ്റെ വിളി എത്തിയതുകൊണ്ട് നമ്മുടെ ബീച്ച് സൈഡിലുള്ള മൊമോസ് കോർണറിന് മൊമോസ് കഴിച്ചു. ഇവിടുത്തെ സ്പെഷ്യൽ മലായ് മൊമോസ് ഒന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ. പിന്നെ നേരെ വീട്ടിലോട്ട്. ലോങ് വീഡിയോസൊക്കെ നെറ്റേഴ്സ് എന്ന ചാനലിൽ ഇട്ടിട്ടുണ്ട്. കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് നാളെ കാണാം.